വേൾഡ് കപ്പ് അങ്ങനെ അതിന്റെ ആവേശത്തിന്റെ കൊട്ടുമുട്ടിയിലേക്ക് നീങ്ങുകയാണ്. റൗണ്ട് ഓഫ് 16 മത്സരങ്ങൾക്ക് ഇന്നലെ സ്റ്റാർട്ടിംഗ് ആയി. ആദ്യ മത്സരം മൊറോക്കോയും കാനഡയും തമ്മിലായിരുന്നു. ആധികാരികമായിട്ടുള്ള വിജയം മൊറോക്കോയുടെ ഭാഗത്ത് നിന്നുണ്ടായി. 3-0 വിജയമുണ്ടായി. നമുക്കറിയാം കാനഡ ഫൈറ്റ് ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഗോളുകളാണ് കളിയുടെ റിസൾട്ട് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊറോക്കോ വിജയത്തിന് അർഹരായിരുന്നു. മൊറോക്കോയുടെ ഈ പടയോട്ടം പല വലിയ ടീമുകൾക്കും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. കാരണം വളരെ നല്ല രീതിയിലാണ് അവർ ഇപ്പോൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം രാത്രി ഉണ്ടായ മത്സരം പരാഗ്വേയും ഫ്രാൻസും തമ്മിലായിരുന്നു. കഴിഞ്ഞ 2 വട്ടവും ഫൈനലിലെത്തിയ ടീമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. പരാഗ്വേ അതിന് മുമ്പേ ഉള്ള മത്സരങ്ങളിൽ അത്യാവശ്യം നന്നായി പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നാൽ ഈ മത്സരത്തിൽ ഫ്രാൻസിന് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡൊമിനേഷൻ ബോളിന്റെ കാര്യത്തിൽ, പാസിന്റെ കാര്യത്തിൽ മുതലായ വിഷയങ്ങളിലെ സ്റ്റാറ്റ്സുകളിൽ കൊണ്ടുവരാൻ സാധിച്ചു. അതിൻ്റെ ഇടയിൽ ഒരു അടിപിടി ഉണ്ടായി. എന്നാലും ഫ്രാൻസിന് ഗോളുകൾ നേടാൻ സാധിച്ചില്ല. പൊസഷൻ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഒടുവിൽ 74ാമത്തെ മിനിറ്റിൽ കിട്ടിയ പെനാൽറ്റി നമ്മുടെ എംബാപ്പെ കൺവേർട്ട് ചെയ്തു. അതിലൂടെ ലഭിച്ച 1-0 വിജയത്തിലൂടെ ഫ്രാൻസ് വീണ്ടും വേൾഡ് കപ്പിന്റെ അടുത്ത സ്റ്റേജിലേക്ക് മുന്നേറുകയാണ്. എക്സ്പെക്ടഡ് ഗോൾസ് നോക്കി കഴിഞ്ഞാൽ 1.45 ആണ് ഫ്രാൻസിൻ്റെത്, 0.13 ഓർ സംതിങ് ആണ് പരാഗ്വേയുടേത്. ആ ഒരു ആധിപത്യം ശരിയായ രീതിയിൽ ഫ്രാൻസിന് ഉണ്ടായിരുന്നു. അത് കൺവേർട്ട് ചെയ്യപ്പെട്ടത് ഒരു പെനാൽറ്റിയിലൂടെ മാത്രമായിരുന്നു എന്നുള്ളതാണ് വിഷയം. അതായത് ഈ 2 വിജയങ്ങൾ കൊണ്ട് അടുത്ത റൗണ്ടിൽ ഈ 2 വിജയികൾ ഏറ്റുമുട്ടും. മൊറോക്കോയും ഫ്രാൻസും തമ്മിൽ ജൂലൈ 10-നാണ് അടുത്ത മത്സരം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി അഥവാ നാളെ പുലർച്ചെ ആവേശകരമായിട്ടുള്ള മത്സരങ്ങളാണുള്ളത്. ബ്രസീലിന്റെയും ഇംഗ്ലണ്ടിന്റെയും മത്സരങ്ങളുണ്ട്. ബ്രസീൽ ഹാളണ്ടിന്റെ നോർവേക്കെതിരെ ഏറ്റുമുട്ടുമ്പോൾ ഇംഗ്ലണ്ട് ആണെങ്കിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ നല്ലൊരു വിജയം കൈവരിച്ച മെക്സിക്കോക്കെതിരെയാണ് ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ഈ കളിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്താണ് വീഡിയോ അനാലിസിസ് വിഷ്വൽസ് ആയി ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി കോപ്പിറൈറ്റ് ആണ് വേൾഡ് കപ്പ് ഫുട്ടേജുകൾക്ക് ലഭിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഡെമോ ഇട്ട് നോക്കും. കോപ്പിറൈറ്റ് അടിക്കുന്നില്ലെങ്കിൽ ഞാനത് പബ്ലിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു. നന്ദി.